ഫിനോളിൻ്റെയും കെമിക്കൽ റിയാക്ഷനുകളിൽ OH ബോണ്ട് ക്ലീവേജ് നടക്കുന്നവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവയുടെ കെമിക്കൽ റിയാക്ഷനുകളിൽ OH ബോണ്ട് ക്ലീവ് ചെയ്യുമ്പോൾ നമുക്കറിയാം OH ബോണ്ട്, അതായത് ഹൈഡ്രോക്സിൽ ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുമ്പോൾ H+ അയോണുകൾ എലിമിനേറ്റ് ചെയ്യുന്നു അല്ലേ? എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് H+ അയോണുകൾ ആയതുകൊണ്ട് തന്നെ അത്തരം കോമ്പൗണ്ടുകൾക്ക് അസിഡിറ്റി എന്ന സ്വഭാവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആൽക്കഹോളുകൾക്കും ഫിനോളുകൾക്കും അസിഡിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ കെമിക്കൽ റിയാക്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ആൽക്കഹോൾസിൻ്റെയും ഫിനോൾസിൻ്റെയും റിയാക്ഷനുകൾ മെറ്റലുകളുമായിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. Alcohols and phenols undergo reaction with active metals like sodium, potassium, aluminium, etc. സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം പോലുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള മെറ്റൽസുമായിട്ട് ആൽക്കഹോളുകളും ഫിനോളുകളും റിയാക്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ റിയാക്ഷൻ നടക്കുമ്പോൾ ആൽക്കഹോളുകളിലെയും ഫിനോളിലെയും OH ബോണ്ട് ക്ലീവേജ് ആണ് സംഭവിക്കുക. ഇത് നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ആൽക്കഹോളിനെ കൺസിഡർ ചെയ്യാം. ROH എന്ന ആൽക്കഹോള് സോഡിയം എന്ന ആക്റ്റീവ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ. ആസ് ഡ്യൂ ടു ദിസ് റിയാക്ഷൻ ദ OH ബോണ്ട് ക്ലീവേജ് ടേക്സ് പ്ലേസ്. ആൽക്കഹോളിലെ OH ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുന്നു. H+ അയോണുകൾ റിലീസ് ചെയ്യുന്നു. 2 H+ അയോണുകൾ ചേർന്ന് H2 ഗ്യാസ് ആയിട്ടാണ് ഇവിടെ റിലീസ് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ സോഡിയം RO- ജോയിൻ ചെയ്തുകൊണ്ട് സോഡിയം ആൽക്കോക്സൈഡ് ആയിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് പറയാം ആൽക്കഹോൾ ഓൺ ട്രീറ്റിംഗ് വിത്ത് സോഡിയം ആൻഡ് ഫോം കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡ് ഇൻ അഡീഷൻ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. മറ്റൊരു ആൽക്കഹോളിനെ കൺസിഡർ ചെയ്താൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടേർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണ്. ഇതൊരു തേർഷ്യറി ആൽക്കഹോളാണ്. എന്താണ് തേർഷ്യറി ആൽക്കഹോൾ? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ 3 ഡിഫറെൻറ്റ് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതിനാൽ ഇതൊരു തേർഷ്യറി ആൽക്കഹോളാണ്. ഇത്തരത്തിലുള്ള ആൽക്കഹോളുകളും വളരെ ആക്റ്റീവ് മെറ്റലായിട്ടുള്ള അലുമിനിയം പോലെയുള്ളവയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താണ് റിയാക്ഷൻ സംഭവിക്കുക? ഇവിടെ അലുമിനിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും OH ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുകയും H+ അയോണുകൾ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ 6 H+ അയോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ 3 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ് എലിമിനേഷൻ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന ആൽക്കോക്സൈഡ് ഏതാണെന്ന് നോക്കൂ. അലുമിനിയം ടേർട്ട് ബ്യൂട്ടോക്സൈഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ആൽക്കഹോൾസ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് വെരി ആക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം എക്സെട്ര പ്രൊഡ്യൂസസ് കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഇനി ഫിനോളിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഫിനോൾസിന് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഫിനോള് വളരെ ആക്റ്റീവായിട്ടുള്ള സോഡിയം പോലെയുള്ള മെറ്റൽസുമായിട്ടും റിയാക്ട് ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ കണ്ടീഷൻ ഒന്നും തന്നെ ഇതിനു വേണ്ടി ആവശ്യമില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഫിനോള് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും OH ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് സോഡിയം ഫിനോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഉണ്ടാവുക. അപ്പോൾ ഫിനോളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിനോൾ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് ആക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം എക്സെട്ര ആൻഡ് ഫോം കറസ്പോണ്ടിങ് ഫിനോക്സൈഡ്. ഇവിടെ ആൽക്കഹോളുകളും ഫിനോളുകളും ആക്റ്റീവ് മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ കറസ്പോണ്ടിങ് ആൽക്കോക്സൈഡോ അല്ലെങ്കിൽ ഫിനോക്സൈഡോ ഉണ്ടാകുന്നു എന്ന് പ്രത്യേകം ഓർമ്മ വയ്ക്കണം. ഈ റിയാക്ഷനെല്ലാം തന്നെ H+ അയോണുകൾ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ഫോമിലാണ്. ഫിനോളുകൾ ആക്റ്റീവ് മെറ്റലായിട്ടുള്ള സോഡിയവുമായിട്ട് മാത്രമല്ല, സോഡിയത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സോൾട്ടായിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടും റിയാക്ട് ചെയ്യപ്പെടുന്നു. ഫിനോൾസ് അണ്ടർഗോ റിയാക്ഷൻ വിത്ത് aqueous sodium hydroxide and form corresponding sodium phenoxide. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡയറക്റ്റ് മെറ്റലായിട്ട് മാത്രമല്ല, മെറ്റലിൻ്റെ സോൾട്ടുമായിട്ടും റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവയാണ് ഫിനോൾസ് എന്ന് തന്നെ മനസ്സിലാക്കണം. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? ആൽക്കഹോളുകളും ഫിനോളുകളും മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ OH ബോണ്ട് ക്ലീവ് ചെയ്യുകയും H+ അയോൺസിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ
ഇവയ്ക്ക് അസിഡിക് നേച്ചർ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ഷോ ദ അസിഡിക് ക്യാരക്ടർ വെൻ ദേ ആർ അണ്ടർഗോയിങ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇത്തരത്തിൽ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നവയാണ് ആൽക്കഹോൾസും ഫിനോൾസും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവ ബ്രോൺസ്റ്റഡ് ആസിഡുകളായിട്ടും കാണപ്പെടുന്നുണ്ട്. എന്താണ് ഈ ബ്രോൺസ്ഡ് ആസിഡുകൾ? ദേ ക്യാൻ ഡൊണേറ്റ് പ്രോട്ടോൺ ടു എ സ്ട്രോങ്ങർ ബേസ്. ഒരു സ്ട്രോങ് ബേസിന് അതിലെ പ്രോട്ടോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയുള്ള ബ്രോൺസ്ഡ് ആസിഡുകളായിട്ട് ആൽക്കഹോളുകളും ഫിനോളുകളും ആക്ട് ചെയ്യപ്പെടുന്നു. അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ROH എന്ന ആൽക്കഹോളിനെയാണ്. ROH എന്ന് പറയുന്ന ആൽക്കഹോൾ B- എന്ന ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. B- വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോളുകൾ അതിൻ്റെ H+ അയോണിനെ ബേസിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. അതായത് ഇവിടെ O എന്ന ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ B എന്ന ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ROH ബോണ്ട് ക്ലീവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ H+നെ വിട്ടുകൊടുക്കുന്നു എന്ന് പറയാം. അപ്പോൾ H+നെ B- വിട്ടുകൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? They will undergo reaction and form a conjugate acid, that is BH. In addition to that, RO- എന്ന കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ ആൽക്കഹോൾ H+ അയോണിനെ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒരു ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് കോൺജുഗേറ്റഡ് ആസിഡ് എന്ന് പറയുന്നത്? The acid formed from a base is known as conjugate acid. അതുപോലെ conjugate base എന്ന് പറഞ്ഞാലോ? The base formed from an acid is known as conjugate base.